ഇപ്പോൾ TMJ ഇഷ്യൂസ് ഉള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ടിന് ഇത് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അവള് ഡിപ്രഷൻ അടക്കമായി. കാരണം ഇത് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. വായ് തുറക്കാൻ പറ്റുന്നില്ല. അവള് 67 കിലോ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഈ TMJ ഇഷ്യൂ കാരണം 48 കിലോ ആയി. കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത്, വായ് തുറക്കാൻ പറ്റുന്നില്ല. ഒരു ജീവിതം മടുപ്പിക്കുന്ന ഒരു രോഗം തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു രോഗം തന്നെ നമുക്ക് TMJനെ പറയാം. എന്താണ് അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ TMJ എന്തുകൊണ്ടാണ് നമുക്ക് ഈ TMJ അസുഖം വരുന്നത്? പലർക്കും അറിയില്ല ഇപ്പോഴും TMJ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. TMJ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നോ അത് കറക്റ്റ് ആക്കുന്നു ആരും പറയുന്നില്ല. എന്താണ്? സോ വാട്ട് ഈസ് TMJ? TMJ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതും മിസ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. ഈ ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ താടിയെല്ലിനെ മുഖവുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ഒരു ജോയിന്റ് ആണത്. ഏറ്റവും നമ്മൾ സംസാരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും നമ്മുടെ എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു ദാറ്റ് ജോയിന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും അതാണ്. അത് ശരിയല്ല, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഫേസിൽ നമുക്ക് ആകെ മൂവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ താഴത്തെ താടിയില്ല, ഓക്കെ. ഒരു ബോളിൽ. അപ്പോൾ ഈ ഒരു ജോയിന്റിലാണ് എവറിത്തിങ് റിലൈസ് ഓൺ ദിസ് ജോയിന്റ്. നമുക്ക് അതിലൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തെ, ഫുഡിനെ, ഇതെല്ലാം നമ്മുടെ കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പീറ്റഡ്ലി അലൈനേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളൊരു റൈറ്റ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും നമ്മുടെ പല്ലിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നമ്മുടെ ബൈറ്റ് പ്രോപ്പർ അല്ലെങ്കിലോ ഒക്കെ ഈ പ്രഷർ പോകുന്നത് ഈ ജോയിന്റിലേക്കാണ്. അതേപോലെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള പല്ലുകളുള്ളപ്പോൾ ഒരു പല്ലല്ലേ അതങ്ങ് എടുത്ത് കളഞ്ഞു, അതിലിപ്പോൾ എന്താ പ്രശ്നം? ആ പല്ലല്ലി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആ സൈഡ് വെച്ച് ചവയ്ക്കില്ല, നമ്മൾ അപ്പുറത്തെ സൈഡ് വെച്ചിട്ടായിരിക്കും ചവയ്ക്കുന്നത്. ആ ഒരു പ്രഷർ വേരിയേഷൻ രണ്ട് ജോയിന്റിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ പല്ലുകളുടെ ഘടന പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് കാരണം ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തിന് സ്ട്രെസ് കാരണം വരെ നമുക്ക് ജോയിന്റിൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ ഒരു ക്ലിക്ക് സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്, ചെവിയുടെ ആ ഭാഗത്തായിട്ട്. ചിലപ്പോൾ അവിടെ ആയിട്ടൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യലി ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ കമ്പയർ ചെയ്യിച്ചിട്ട് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തൊന്ന് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റും. തീരാന്നുണ്ട് അത് ഇരുന്നിരുന്ന് നമുക്കതൊരു വേഴ്സൺ ആയിട്ട് ഒരു ആർത്രൈറ്റിസിൻ്റെ ഒക്കെ ഒരു സ്റ്റേജിലേക്ക് വരെ പോവാം. പിന്നീട് ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കായിരിക്കും നമ്മൾ വായ തുറക്കുമ്പോൾ ലോക്കായി പോവുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻ കാരണം സംസാരിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നത് ആ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്.